എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയിലെ അഞ്ചാമത്തെ ഭാഗമായ അനുരഞ്ജന ശുശ്രൂഷയെക്കുറിച്ചാണ് നാം ഇപ്പോൾ കേൾക്കാൻ പോകുന്നത്. കർത്താവിനെ സ്വീകരിക്കുന്ന ദൈവ ഐക്യ ശുശ്രൂഷയ്ക്ക് നാം നമ്മുടെ ഹൃദയവും മനസ്സും ഒരുക്കുന്ന ശുശ്രൂഷയാണ് അനുരഞ്ജന ശുശ്രൂഷ. പരിശുദ്ധ കുർബാനയിലെ 1 മുതൽ 5 വരെയുള്ള എല്ലാ ഭാഗങ്ങളും ഈ ദൈവ ഐക്യ ശുശ്രൂഷയിലേക്കുള്ള ഒരുക്കമാണ്. കാരണം സത്യത്തിൽ ദൈവവും പിതാവിൻ്റെ പുത്രനുമായ സാക്ഷാൽ സൃഷ്ടകർത്താവിൻ്റെ പുത്രനായ ഈശോ മിശിഹായെ ശരീരരക്തത്തോടു കൂടെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ വേണ്ടി പാപികളായ നാം പല വിധത്തിലും നമ്മുടെ ഹൃദയത്തെ ഒരുക്കുകയായിരുന്നു ഈ 5 ശുശ്രൂഷകളിലൂടെ. 5ാമത്തെ ഭാഗമാണ് അനുരഞ്ജന ശുശ്രൂഷ. വിശുദ്ധ കുർബാന സ്വീകരണം നടക്കുന്ന ദൈവ ഐക്യ ശുശ്രൂഷയാണ് മറ്റെല്ലാ ശുശ്രൂഷകളുടെയും ലക്ഷ്യം എന്ന് നാം കണ്ടു. അനുരഞ്ജന പ്രാർത്ഥന തുടങ്ങി വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു എന്ന് വരെയാണ് അനുരഞ്ജന ശുശ്രൂഷയിൽ ഉൾപ്പെടുന്നത്. ദൈവത്തിൻ്റെ കരുണയിലും രക്ഷയിലും സ്നേഹത്തിലും ആരാധനാ സമൂഹത്തിനുള്ള വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് അനുരഞ്ജന ശുശ്രൂഷയുടെ ഉള്ളടക്കം. 2 കൊറിന്തോസ് 5-ാം അധ്യായത്തിൽ 18 മുതൽ 21 വരെയുള്ള വചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. പാപികളും ബലഹീനരുമായ നമ്മോട് വിശുദ്ധ കൂദാശകളിലൂടെ കർത്താവ് കരുണ ചൊരിയുകയാണ്. ദൈവവും മനുഷ്യൻ തമ്മിലുമുള്ള സ്നേഹമാണ് അനുരഞ്ജനം. അനുരഞ്ജനത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ബാഹ്യ പ്രകടനമായി മുട്ടുകുത്തി നാം ഇതിൽ പങ്കെടുക്കും. ചുങ്കക്കാരൻ്റെ മനോഭാവത്തോടു കൂടെ, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപി എന്ന മനോഭാവത്തോടു കൂടെ നമുക്ക് ഹൃദയത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും കറകളും കർത്താവെ ഞങ്ങളോട് പൊറുക്കണമേ, ഞങ്ങൾക്ക് ശുദ്ധി തരണമേ എന്നാണ് നാം ഈ ശുശ്രൂഷയിൽ നമ്മുടെ ഹൃദയത്തെ ഒരുക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അനുരഞ്ജന പ്രാർത്ഥന എന്ന് പറയുന്ന പ്രാർത്ഥനയിൽ പുരോഹിതൻ സഭയിലും ലോകത്തിലും ശാന്തി നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കുക. അതിനുശേഷം അനുതാപ സങ്കീർത്തനങ്ങളുണ്ട്. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. സങ്കീർത്തനം 51. ആരാധന സമൂഹത്തെ ദൈവവുമായുള്ള അനുരഞ്ജനത്തിനും ഐക്യത്തിനും സഹായിക്കുന്നു. വ്യക്തിപരവും സാമൂഹ്യപരവുമായിട്ടുള്ള നവീകരണമാണ് ഇവിടെ ഉദ്ദേശിക്കുക. അടുത്തത് ധൂപാർപ്പണമാണ്. അനുതാപ ധൂപാർപ്പണം എന്ന് നാം പറയും. ഇതിൽ 5 പ്രാർത്ഥനകളുണ്ട്. 1, ധൂപം ആശീർവദിക്കുന്നു, കാർമ്മികനെ തന്നെ ധൂപിക്കുന്നു, ശുശ്രൂഷയെ ധൂപിക്കുന്നു, ജനങ്ങളെ ബലിപീഠത്തെ ധൂപിക്കുന്ന പ്രാർത്ഥനകൾ. ധൂപ ആശീർവാദന പ്രാർത്ഥന പരിശുദ്ധ തൃത്വത്തെയാണ് സംബോധന ചെയ്യുക. ഇതിലൂടെ സമൂഹം മുഴുവനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലൂടെ അനുരഞ്ജിതരായി വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ബലിവസ്തുക്കളെ സമീപിക്കുന്ന ശുശ്രൂഷയാണ്. ദിവ്യ രഹസ്യങ്ങളെ സമീപിക്കുമ്പോൾ അദ്ദേഹത്തിനുള്ള അയോഗ്യത എടുത്തു പറയുകയാണ് പുരോഹിതൻ. കർത്താവിൻ്റെ കരുണയാണ് നമ്മെ അവിടത്തോട് അടുപ്പിക്കുന്നത് എന്നാണ് പുരോഹിതൻ പറയുന്നത്. കാർമ്മികൻ ആചാരം ചെയ്ത് കാസയുടെ മൂടി മാറ്റി തിരുവോസ്തി കൈകളിലെടുത്ത് ഉയർത്തി, ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു വെച്ചതാണിത്. ഇതാണ് ജീവൻ്റെ അപ്പം. ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ ഈ ശരീരം ഭക്ഷിക്കണം, എൻ്റെ ഈ രക്തം പാനം ചെയ്യുകയാണ്, എന്നാലേ നിനക്ക് നിത്യജീവൻ ഉണ്ടാവുകയുള്ളൂ. നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി, ഈശോയുടെ ശരീരം ഭക്ഷിക്കുന്നതിന് വേണ്ടി നമ്മെ ഒരുക്കുന്ന ശുശ്രൂഷയിലൂടെ കടന്നു പോകുമ്പോൾ പുരോഹിതൻ ആരാധനയ്ക്കായിട്ട് ഈശോയെ ഉയർത്തും. ബുക്ര എന്ന് പറയും. ആദ്യജാതനായ ഈശോയെ ഉയർത്തുന്ന ശുശ്രൂഷ. ഈ സമയത്ത് സമൂഹം ആരാധനാ ഗീതം പാടും. ദൈവമായ കർത്താവിനെ എത്രയോ പരിശുദ്ധിയോടുകൂടി ആരാധിക്കാൻ കഴിയുമോ അത്രയ്ക്കും പരിശുദ്ധിയോടുകൂടി ആരാധിക്കുവാനായി ദൈവജനം പാട്ടുകൾ പാടുന്നു. ക്രിസ്തുവിന് ഏറ്റവും സംപൂജ്യമായിട്ടുള്ള സ്തുതി ആരാധന കൊടുക്കുകയാണ് ഇവിടെ.
നമുക്കായി നൽകിയ രക്ഷാപദ്ധതിയെയും നിത്യജീവനെയും ഓർത്ത് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് ഇവിടെ. പിന്നീട് പുരോഹിതൻ തിരുവോസ്തി എടുക്കുന്നു. തിരുവോസ്തി എടുക്കുമ്പോൾ നാം ഓർക്കണം, പിതാവിൻ്റെ ആദ്യ ഫലമാണിത്. കൊളോസസ്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15-18 നാം ഇത് കാണും. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്. അവൻ സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യജാതനാണ്. അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. എല്ലാം അവനിലൂടെ അനുരഞ്ജിപ്പിക്കണമെന്ന് ദൈവം തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ കുരിശാകൃതിയിൽ ഈ തിരുവോസ്തിയെ ചുംബിക്കുന്നു. നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ എന്ന പ്രാർത്ഥനയാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്കുകളിൽ നാം ഇത് കാണുന്നുണ്ട്. നീതിയുടെ വാതിൽ നമുക്കായി തുറന്നു തരുന്ന ശുശ്രൂഷയാണ് നടക്കാൻ പോകുന്നത്. ഈശോയെ സ്വീകരിക്കുവാനുള്ള ശുശ്രൂഷയുടെ മുന്നോടിയായിട്ട് 10 കന്യകമാർ സ്വർഗീയ മണവറയിലേക്ക് പ്രവേശിക്കുന്ന ആ സംഭവമാണ് നാം ഇവിടെ ഓർക്കുക. പുരോഹിതൻ കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ യഥാർത്ഥത്തിൽ വിശ്വസിച്ചുകൊണ്ട് എന്ന പ്രാർത്ഥന ചൊല്ലുന്നു. പിതാവിനും പുത്രനും സ്തുതി അർപ്പിച്ച് തിരുവോസ്തി 2ആയി വിഭജിക്കുന്നു. ഇടത് കൈയിലെ ഭാഗം പിലാസിയിൽ വയ്ക്കുന്നു. വലത് കൈയിലെ ഭാഗം കൊണ്ട് തിരുരക്തത്തെ കുരിശാകൃതിയിൽ റൂഷ്മ ചെയ്യുന്നു. അമൂല്യമായ രക്തം ജീവദായകമായ ശരീരം കൊണ്ട് റൂഷ്മ ചെയ്യപ്പെടുന്നു എന്നാണ് പറയുക. പീലാസയിലിരിക്കുന്ന ഭാഗത്തെ കയ്യിലിരിക്കുന്ന ഭാഗം കൊണ്ട് കുരിശാകൃതിയിൽ റൂഷ്മ ചെയ്യുന്നു. തിരുശരീരം പാപമോചകമായ രക്തം കൊണ്ട് റൂഷ്മ ചെയ്യപ്പെടുന്നു എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നീട് 2 ഭാഗങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് കാസയുടെ മുകളിൽ പിടിച്ച് പ്രാർത്ഥന ചൊല്ലുന്നു. കുരിശാകൃതിയിൽ ഒന്നിനുമീതെ ഒന്നായി വയ്ക്കുന്നു. അടിയിലെ ഭാഗം കാസയ്ക്ക് നേരെയും മുകളിലെ ഭാഗം പുരോഹിതന് നേരെയും തിരിഞ്ഞിരിക്കണം. ആചാരം ചെയ്ത് കുരിശടയാളം നെറ്റിയിൽ വരയ്ക്കുന്നു. ദിവ്യ രഹസ്യങ്ങൾക്ക് ചുറ്റും വെച്ചിരിക്കുന്ന ശോശപ്പ നിവർത്തി വെച്ച് പ്രാർത്ഥന ചൊല്ലുന്നു. വിഭജന ശുശ്രൂഷയുടെ തുടക്കം അന്ത്യ അത്താഴവേളയിൽ ക്രിസ്തു അനുവർത്തിച്ച യഹൂദ പാരമ്പര്യത്തിൽ നിന്നുമാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26-ാമത്തെ വചനത്തിൽ നാം ഇത് കാണുന്നുണ്ട്. കാർമ്മികൻ ഈ അൾത്താരയിൽ നിന്ന് ചെയ്യുന്ന പരികർമ്മങ്ങൾക്ക് ഓരോ അർത്ഥങ്ങളുണ്ട്. കാർമ്മികൻ നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കുമ്പോൾ കുരിശിൽ നിന്നും വീഴുന്ന തിരുരക്തത്തിൻ്റെ പ്രതീകമാണ് ഓർക്കേണ്ടത്. ശോശപ്പ വയ്ക്കുമ്പോൾ നാം ഓർക്കണം, ഉത്ഥാനത്തിൽ അവിടുത്തെ സംസ്കാര വസ്ത്രങ്ങൾ മാറ്റുന്നതിൻ്റെ സൂചനയാണിത്. 2 പകുതികൾ കൂടി യോജിപ്പിക്കുമ്പോൾ റൂഹ ആക്ഷണ പ്രാർത്ഥനയുടെ ഫലങ്ങൾ നമുക്ക് ലഭിക്കുവാൻ സംയോജനം ഉത്ഥാനമാണ് നമ്മളെ ഓർമ്മിപ്പിക്കേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ സകല ഫലങ്ങളും നമുക്ക് ലഭിക്കാൻ പോകുകയാണ്. കാസയിൽ തിരുവോസ്തിയുടെ ഒരു കഷണം പൊട്ടിച്ചിടും. തെയ്തോറാണ് ഇത് സാക്ഷ്യപ്പെടുത്തുന്നത്. സിറോ മലബാർ തക്സയിൽ ഇത് ഉപേക്ഷിച്ചിരിക്കുന്നതിന് കാരണം തിരുശരീരം തിരുരക്തത്തിൽ റൂഷ്മ ചെയ്യുന്നതും സംയോജനവും ഇതേ അർത്ഥമാണ് നൽകുന്നത്. ശോശപ്പ നിവർത്തുമ്പോഴുള്ള പ്രാർത്ഥനയും നെറ്റിയിൽ റൂഷ്മ ചെയ്യുമ്പോഴുള്ള ഓർമ്മയും പാപങ്ങളെ മോചിപ്പിക്കണമേ എന്നാണ് നാം അവിടെ ഓർക്കുക. മുറിക്കപ്പെട്ട അപ്പം ക്രിസ്തുവിൻ്റെ മരണമാണ്. യോജിപ്പിക്കുന്നത് ഉത്ഥാനത്തെയും സൂചിപ്പിക്കും. മുറിക്കപ്പെടണം, ശൂന്യമാകണം, എന്നിട്ടേ കുർബാന സ്വീകരണത്തിന് നാം ഒരുങ്ങാവൂ. പൗലോസ്ലീഹായുടെ ആശംസ പ്രാർത്ഥനയിൽ കാർമ്മികൻ തൻ്റെ മേൽ കുരിശടയാളം വരയ്ക്കുന്നുണ്ട്. അത് ജനങ്ങളുടെ മേൽ കൂടിയാണ് ഈ കുരിശടയാളം. റാസിൻ്റെ വീക്ഷണത്തിൽ ഈ ആശംസയോടെ കുർബാന സ്വീകരണത്തിനുള്ള അനുതാപ കർമ്മങ്ങൾ ആരംഭിക്കുകയാണ്. അടുത്തത് ശുശ്രൂഷയുടെ കാറോസൂസയാണ്. അനുരഞ്ജന ലുത്തിനിയയിൽ ജനം കർത്താവെ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ എന്ന് മറുപടി പറയുന്നു. സ്നേഹത്തിനെതിരായ പാപങ്ങളിന്മേലുള്ള മനസ്താപവും കുർബാന സ്വീകരണത്തിന് ആവശ്യമായ ഗുണങ്ങൾ, യോജിപ്പ്, ഐക്യം, വിശുദ്ധി ഇവയെല്ലാം ഞങ്ങൾക്ക് തരണമേ. ഇതിന് എതിരായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പാപങ്ങളും ഞങ്ങളോട് പൊറുക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ. ആദ്യകാലങ്ങളിൽ നടന്നിരുന്ന പൊതു പാപമോചനത്തെ ഇത് എടുത്തു കാണിക്കുന്നുണ്ട്. കാറോസൂസയുടെ സമയത്ത് പുരോഹിതൻ താഴ്ന്ന സ്വരത്തിൽ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. ദൈവത്തിനുള്ള മഹത്വവും കുർബാന സ്വീകരണത്തിനുള്ള യോഗ്യത ലഭിക്കണമേ എന്ന പ്രാർത്ഥനയും പരിശുദ്ധ കുർബാനയുടെ എല്ലാ ഫലങ്ങളും ഞങ്ങൾക്ക് ലഭിക്കണമേ എന്നൊക്കെയാണ് ഈ പ്രാർത്ഥനയിൽ പുരോഹിതൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. പിന്നീട് പാപമോചന പ്രാർത്ഥന ചൊല്ലുന്നു.
കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതനായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടുമൊന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ എന്നാണ് പുരോഹിതൻ പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥനയോടെ അനുരഞ്ജന ശുശ്രൂഷ അവസാനിക്കുന്നു. കുർബാന സ്വീകരണത്തിന് വേണ്ട മാനസാന്തര ചൈതന്യം സ്വീകരിക്കുവാൻ ഒരുക്കുകയാണ് അനുരഞ്ജന ശുശ്രൂഷയിലൂടെ. അനുരഞ്ജന ശുശ്രൂഷയിലൂടെ നാം നമ്മുടെ ഹൃദയങ്ങൾക്ക് വിശുദ്ധി കൈവരുത്തുവാൻ നമ്മുടെ കർത്താവിനോട് യാചിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവ ഐക്യ ശുശ്രൂഷയ്ക്ക് നാം ഒരുങ്ങും. കറ്റാലീന എന്ന് പറയുന്ന സഹോദരിക്ക് ഈ അനുരഞ്ജനയുടെ ശുശ്രൂഷയുടെ സമയത്ത് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കൊടുത്ത ഒരു രഹസ്യം ഇതാണ്: എൻ്റെ മകളെ, പരിശുദ്ധ കുർബാനയ്ക്ക് വന്നണയുമ്പോൾ കുംഭസാരം എന്ന കൂദാശയിലൂടെ നീ കടന്നു പോകണം. അനുരഞ്ജന ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് പരിശുദ്ധമായ കുംഭസാരം എന്ന കൂദാശ. അവിടെ വെച്ചാണ് നമ്മുടെ പാപങ്ങൾക്ക് മോചനം ലഭിക്കുക. പരിശുദ്ധ കുർബാനയിൽ വെച്ചാണ് പാപങ്ങൾക്ക് പരിഹാരം അർപ്പിക്കപ്പെടുക. നമുക്ക് ഓരോരുത്തർക്കും അനുരഞ്ജന ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഇതേ മനോഭാവത്തോടു കൂടെ കുർബാനയിലായിരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം.